ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പൂരി മസാല ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് ആട്ടംപൊടി എടുത്തിട്ടുണ്ട്, അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടണം. പിന്നെ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ മാവ് കുഴയ്ക്കുമ്പോൾ ഇത് പൂരി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. ചെറിയ ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മാവ് കുഴച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണിത്, കുറച്ച് എണ്ണ കൂടി അതിനോടൊപ്പം ചേർത്തിട്ട് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഈ പരുവത്തിനാണ് മാവ് വേണ്ടത്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിക്കാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത്, പക്ഷെ പൂരിക്ക് കുറച്ചുകൂടി ലൂസായിട്ടാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ കൂടി അതിനോടൊപ്പം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ഓരോ ആവശ്യത്തിന് എത്ര വലിപ്പമാണ് വേണ്ടത്, എത്ര കട്ടിയാണ് വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ബോൾസ് ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറിയ സൈസ് പൂരിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ചെറിയ സൈസ് ബോൾ മതിയാവും. അപ്പോൾ ഞാനിനി ആ ബോൾസൊക്കെ ഒന്ന് ആക്കിയെടുക്കട്ടെ. ഇപ്പോൾ ബോൾസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിനാണ് ഞാൻ മാവ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ബോൾസാക്കി വെച്ചാൽ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി അതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കരുതി ചപ്പാത്തി പലവ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി, പക്ഷേ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതെന്തായാലും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കരുതി ആദ്യം അതൊന്ന് കഴുകി ഉണങ്ങാനായിട്ടൊന്ന് വെക്കാം. അതിന് ശേഷം ഉരുളക്കിഴങ്ങ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ചപ്പാത്തി പലവൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇത്ര ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. 3 ഉരുളക്കിഴങ്ങും 2 സവാളയും 3 പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്തിനാണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഗ്യാസല്ലേ, അപ്പോൾ കഴിക്കുമ്പോൾ വയറിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിലും എന്ന് വെച്ചിട്ടാണ് വെളുത്തുള്ളി എടുത്തത്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഉരുളക്കിഴങ്ങ്, 2 സവാള. പിന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 2 വിസിൽ കേട്ടാൽ മതിയാവും. ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എത്ര ഉപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം ഇടുന്നുണ്ട്. ജീരകം എന്തെന്ന് വെച്ചാൽ വേണമെങ്കിൽ നമുക്ക് കടുക് വറുക്കുന്ന സമയത്ത് അതിലിട്ട് പൊട്ടിച്ചെടുക്കാം. അല്ല എങ്കിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുമ്പോൾ അതിലിട്ട് വേണമെങ്കിലും എടുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഈ ജീരകം ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷെ ഞാൻ ഈ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് ജീരകം കൂടി ചേർക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ അതായത് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ജീരകം ഇടാൻ മറന്നു പോയാൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് അതിലിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ കേട്ടാൽ മതി. ഉരുളക്കിഴങ്ങല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി കുക്കർ അടച്ചിട്ട് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ച് 2 വിസിൽ കേൾപ്പിച്ച് എടുക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. കുക്കർ വെച്ച് കൊടുക്കാം. ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് ഇനി പൂരി പരത്തിയെടുക്കാം. ഇപ്പോൾ പൂരി പരത്താനായിട്ട് കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ ബോൾസാക്കി വെച്ചിട്ടുണ്ടല്ലോ മാവ്, ഇനി ഓരോ ഉരുളയായിട്ട് മാവിൽ മുക്കി ചപ്പാത്തി പലവിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ചപ്പാത്തി ആണെങ്കിൽ ഒത്തിരി സമയമെടുക്കും പരത്തിയെടുക്കാൻ. പൂരി ആവുമ്പോൾ അത്രയും വലുതായിട്ട് പരത്തണ്ടല്ലോ, ചെറുതായിട്ട് പരത്തിയാൽ മതിയല്ലോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം.
ആവശ്യത്തിന് മാവ് മുക്കി നമ്മൾ പരത്തുന്ന ചപ്പാത്തി പലവയിൽ ഒട്ടാത്ത രീതിയിൽ ഇത് പരത്തിയെടുക്കാം. എത്ര സൈസാണോ വേണ്ടത് സൈസിന് പരത്തിയെടുക്കാം. ഇനി ഒന്ന് ഈ പൂരിയെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇപ്പോൾ പൂരിയൊക്കെ പരത്തിയെടുത്ത് കഴിഞ്ഞു. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്താൽ മാത്രം മതി. ഇനി വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ വെന്തിരിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് കടുക് പൊട്ടിച്ചെടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. എണ്ണ ഒഴിക്കുക. എന്നിട്ട് കടുക് ഇടുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അറിയാമല്ലോ കടുക് വറുക്കുന്നത്. പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് സവാള കൂടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഈ കടുക് പൊട്ടിച്ചതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് തവി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാം. ഇല്ല ഇതുപോലെ ഇരുന്നാൽ മതിയെങ്കിൽ അങ്ങനെ ഇരിക്കാം. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. മസാല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടന്നാൽ ഒരു രസമില്ല കാണാൻ. മൊത്തത്തിലല്ല, ചെറുതായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരുവിധം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ. മൊത്തത്തിൽ കഷ്ണം ഉടച്ചിട്ടില്ല, ഒരുവിധം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഗരം മസാല ചേർക്കണം. ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഗരം മസാല ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കറി റെഡിയായി. കറി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് തിളച്ചോട്ടെ. മാറ്റിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. ഈ മല്ലിയിലയുടെയൊക്കെ ടേസ്റ്റ് കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ച് വെച്ചേക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അടുപ്പിൽ നിന്ന് കറി മാറ്റിയിട്ടുണ്ട്. വേറൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പരത്തി വെച്ചേക്കുന്ന പൂരി അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമേ പൂരി ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഇത് ഒട്ടിപ്പിടിക്കും. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ പൂരി മസാല നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരു അരമണിക്കൂർ കൊണ്ട് പൂരി മസാല റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുമായിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.